സാർ, ഭൂട്ടാനിലേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ തന്ത്രപ്രധാനമായൊരു മേഖലയിലേക്ക് നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ മാർഗങ്ങളൊക്കെ വേണ്ടതല്ലേ? അതായത് 2 റെയിൽപാതകൾ ഇന്ത്യ ആദ്യമായിട്ട് ഭൂട്ടാനിലേക്ക് പണിയാൻ തീരുമാനിച്ചു. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇതിന് ശ്രമം നടക്കുന്നുണ്ട്, 2005 മുതലുമൊക്കെ. പക്ഷെ മോദി കഴിഞ്ഞ കൊല്ലം ഭൂട്ടാനിലേക്ക് യാത്ര നടത്തിയല്ലോ. ആ സമയത്തൊക്കെ ഉണ്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭൂട്ടാനിലേക്ക് 2 റെയിൽപാത ഇന്ത്യ പണിയുന്നു എന്നുള്ള മട്ടിൽ മാത്രമാണ് വാർത്തകളൊക്കെ. ശരിക്കും ഈ ഭൂട്ടാനിലേക്ക് ഇന്ത്യ 2 റെയിൽപാത പണിയുമ്പോൾ ഇതിന് തന്ത്രപ്രധാനമായ ഒരു വശം കാണുമല്ലോ. ഇത് പല വാർത്തകളിലും വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സിലിഗുരി ഇടനാഴിയുണ്ട് പശ്ചിമ ബംഗാളുമായിട്ട് ചേർന്ന ഭാഗത്ത്. ഈ സിലിഗുരി ഇടനാഴി വഴിയാണ് വടക്ക് കിഴക്ക് അസം പോലുള്ള സപ്ത സഹോദരിമാരിൽ 7 സംസ്ഥാനങ്ങൾ അങ്ങോട്ട് ഇന്ത്യക്ക് ഉള്ള യാത്ര മാർഗം ഈ സിലിഗുരി ഇടനാഴിയാണ്. അല്ലാതെ ഒരു ബദൽ വഴി നമ്മൾ മ്യാൻമാർ വഴി നമ്മൾ പണിത് വരികയാണ്. പക്ഷെ മ്യാൻമാറിൽ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണല്ലോ. അവിടുത്തെ ഭരണവും പിന്നെ അവിടെ വിമത സേനകളുടെ ഒക്കെ അരക്കൻ ആർമി ഒക്കെ ബഹളങ്ങളുമൊക്കെ നടത്തി വരുന്നു. കോലാഹലങ്ങൾ, സൈനിക നടപടികളൊക്കെ ഉണ്ട്. പട്ടാള ഭരണമാണ് അവിടെ, ഓങ് സാൻ സൂക്കിയെ അട്ടിമറിച്ച്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചിക്കൻ നെക്ക് ഞങ്ങൾ എപ്പോഴും ആക്രമിക്കും, ഇന്ത്യ ഒറ്റപ്പെടുത്തുന്നൊക്കെ ബംഗ്ലാദേശിലെ ചില ഈ അക്രമികൾ, ഭീകരവാദികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. കാരണം ചിക്കൻ നെക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ ആക്രമിക്കപ്പെടുകയോ വേറെ ഏതെങ്കിലും ശത്രുരാജ്യം പിടിക്കുകയോ ചെയ്താൽ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഒറ്റപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ ചിക്കൻ നെക്കിൻ്റെ അടുത്ത് കൂടിയാണ്, സമീപത്ത് കൂടിയാണ് ഈ ഭൂട്ടാനിലേക്കുള്ള റെയിൽപാത പോകുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ നെക്കിൻ്റെ സംരക്ഷണം കൂടി നമ്മൾ ഈ ഏറ്റെടുക്കുകയാണ് ഈ റെയിൽപാതകൾ വഴി. കാരണം എന്താണെന്ന് വെച്ചാൽ സേനാ നീക്കം കൂടി. ഇപ്പം ചരക്കും യാത്രക്കാരുമാണ് പോവുക, പക്ഷെ സേനാ നീക്കവും എളുപ്പമാവും ഈ ഭൂട്ടാനിലേക്കുള്ള റെയിൽപാതകൾ വരുന്നതോടുകൂടി 2 അതാണ് അതിൻ്റെ ഒരു തന്ത്രപ്രധാനമായ വശം. അത് സാധാരണ റിപ്പോർട്ടുകളിൽ കാണുകയില്ല. അതാണ്. അപ്പോൾ ഈ ഭൂട്ടാൻ്റെ അതിർത്തി കടന്ന് 2 റെയിൽപാതകൾ ആണ് നമ്മൾ, അത് 3-4 വർഷത്തിനകം തന്നെ പണി തീരും. ഒരെണ്ണം 69 കിലോമീറ്റർ, മറ്റേ പാത 20 കിലോമീറ്റർ. അപ്പോൾ അസം ആയിട്ടും ബംഗാളുമായിട്ടും ബന്ധിപ്പിച്ചിട്ടാണ് ഈ റെയിൽപാതകൾ പോകുന്നത്. 69 കിലോമീറ്റർ റെയിൽപാത ഭൂട്ടാനിലേക്ക് പോകുന്നത് അസമിലെ കൊക്രാജാറിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പെട്ടെന്ന് അസമിലേക്ക് എത്തുകയാണ് ഒരു റെയിൽപാത വഴി. അപ്പോൾ അസമിലെ കൊക്രാജാറിൽ നിന്ന് ഭൂട്ടാനിലെ ജലഫു വരെയാണ് ഈ 69 കിലോമീറ്റർ റെയിൽപാത. അപ്പോൾ വടക്ക് കിഴക്കുമായിട്ട് പെട്ടെന്ന് ബന്ധം വന്നല്ലോ. 20 കിലോമീറ്റർ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലെ ബണാർഘട്ടിൽ നിന്ന് ഭൂട്ടാനിലെ സാംസെ വരെ ആണ്. അപ്പോൾ ഇതിനാകെ ഓരോന്നിനും 3456 കോടി രൂപ. 69 കിലോമീറ്റർ റെയിൽപാതയ്ക്ക്, 20 കിലോമീറ്റർ റെയിൽപാതയ്ക്ക് 577 കോടി. അപ്പോൾ ഇങ്ങനെ 4000 കോടി ആണ് ചെലവ് വരുന്നത് ഈ 2 റെയിൽപാതയ്ക്കും കൂടി. വളരെ പ്രധാനപ്പെട്ട ഒരു കാൽവയ്പ്പാണ് ഇന്ത്യ നടത്തുന്നത്. അതായത് ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇങ്ങനെ ശത്രുക്കൾ നമ്മൾ ഈ സിലിഗുരി കോറിഡോർ ഞങ്ങൾ പിടിക്കും. ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വേറെ സ്ഥലങ്ങൾ പിടിക്കും, ചിറ്റഗോങ് പിടിക്കും ഞങ്ങൾക്ക് എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പറയാറുണ്ട്. ഇത് നമ്മൾ ഭയങ്കരമായ ഒരു ബോൾഡായ ഒരു സ്റ്റെപ്പ് അല്ലേ, ധീരമായൊരു കാൽവയ്പ്പാണ് ഭൂട്ടാനിലേക്കുള്ള ഈ റെയിൽപാതകൾ വഴി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ജലഫു എന്ന് പറയുന്ന ഇത് ചെല്ലുന്ന സ്ഥലമുണ്ടല്ലോ ഭൂട്ടാനിലെ, ഈ ജലഫു എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറഞ്ഞ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദം
ഇല്ലേ, അതെ. ഹാപ്പിനെസ് കൺട്രി എന്നൊക്കെ പറയുന്നതല്ലേ, ഈ ആഹ്ലാദ സൂചികയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് അങ്ങനെ ഒരു നഗരമായിട്ട് വളരുന്ന ഒരു സ്ഥലമാണ് ജലഫു. അപ്പോൾ നമ്മുടെ ടൂറിസത്തിനും അത് ഗംഭീരമായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ സാംസെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ടല്ലോ, രണ്ടാമത്തെ പാത, അത് വ്യവസായ നഗരമാണ് ഭൂട്ടാനിലെ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഗംഭീര സ്ഥലങ്ങളാണ്. ഒരെണ്ണം മൈൻഡ്ഫുൾനെസ് സിറ്റി എന്ന് പറയുന്നത്, മറ്റേത് വ്യവസായ നഗരം. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും വിക്രം മിശ്രയും വിദേശകാര്യമന്ത്രി ഇല്ലേ, ഇവർ രണ്ടുപേരും കൂടി വിദേശകാര്യ സെക്രട്ടറി രണ്ടുപേരും കൂടി നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇത് പറഞ്ഞത്. പക്ഷേ ഈ തന്ത്രപ്രധാന വശം അത് അവർ പറഞ്ഞില്ല. ഈ ചിക്കൻ നെക്കിൻ്റെ സംരക്ഷണം, ആ കാര്യങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഭൂട്ടാനുമായി ഭൂട്ടാൻ്റെ ഒരു 80% കച്ചവടവും ഇന്ത്യയുമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തുറമുഖങ്ങൾ വഴിയാണ് ഭൂട്ടാനുമായിട്ടുള്ള കച്ചവടങ്ങൾ നടക്കുന്നത്. അതിനും വ്യത്യാസം വരും. പിന്നെ ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ ജലഫു ലൈൻ, ആ ലൈനിൽ 6 റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാവും. ജലഫു ലൈനിൽ 2 മുഖ്യ പാലങ്ങൾ, 29 സാധാരണ പാലങ്ങൾ, 65 ചെറിയ പാലങ്ങൾ അതിലുണ്ടാവും. 2 ഗുഡ്സ് ഷെഡുകൾ ഉണ്ടാവും, 1 ഫ്ലൈ ഓവർ ഉണ്ടാവും, 39 അണ്ടർ പാസ്. 4 വർഷം കൊണ്ട് ഇത് പണി തീർക്കും. സാംസെക്കുള്ള പാത, അത് 2 സ്റ്റേഷൻ, 1 മുഖ്യ പാലം, 24 ചെറിയ പാലങ്ങൾ, 1 ഓവർ പാസ്, പിന്നെ 37 അണ്ടർ പാസ്. 3 വർഷം എടുക്കും. 2.13 കിലോമീറ്റർ ഭൂട്ടാൻ മേഖലയിലാണ് ആ റെയിൽപാത. 2.13 കിലോമീറ്റർ ഉള്ളൂ, അതിർത്തിയിൽ നിന്ന് കുറച്ച് പോയാൽ മതി. 17.42 കിലോമീറ്ററും ഇന്ത്യയിലായിരിക്കും ആ റെയിൽപാതയുടെ. കൂടുതൽ പ്രദേശവും ഇന്ത്യയിലാണ്. അതുപോലെ ജലഫുവിൻ്റെ പാതയിൽ, റെയിൽപാതയിൽ 2.31 കിലോമീറ്റർ മാത്രമേ ഭൂട്ടാൻ്റെ ഭാഗം വരുന്നുള്ളൂ. 66.66 കിലോമീറ്ററും ഇന്ത്യൻ ഭാഗത്താണ്. യാത്രയും ചരക്കും ഈ വഴി നടക്കും. ഇലക്ട്രിക്കൽ ലൈനാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് കൂടി ഓടാകുന്ന സൗകര്യം അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഭൂട്ടാനിലെ ആളുകളെയൊക്കെ ഈ റെയിൽവേ ഓപ്പറേഷന് പരിശീലിപ്പിക്കും. സാംസയിൽ നിന്ന് നമുക്ക് ഡോളമൈറ്റ്, ഫെറോസിലിക്കൺ, ക്വാർസൈറ്റ് ഇതൊക്കെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനായിട്ട് പറ്റും. സ്റ്റോൺ ചിപ്പുകൾ ഇതൊക്കെ നമുക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റും. ഭൂട്ടാനിൽ കുറച്ച് ഭാഗം ഉണ്ടല്ലോ ഈ റെയിൽവേയുടെ, അത് ഭൂട്ടാൻ്റെ പഞ്ചവത്സര പദ്ധതിക്ക് നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ ഇപ്പോൾ ഒരു പഞ്ചവത്സര പദ്ധതി നടന്നുകൊണ്ടിരിക്കുക, അതിൽപ്പെടുത്തി ആണ് ആ ഭാഗം. നമ്മൾ തന്നെയാണ് പൈസ, പക്ഷെ ഭൂട്ടാൻ്റെ ഭാഗമാണല്ലോ, അത് ഭൂട്ടാൻ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഭൂട്ടാൻ്റെ പഞ്ചവത്സര പദ്ധതിയിൽ പെടുത്തിയിട്ട് ആണ് ചെയ്യുക. ഇന്ത്യയുടെ ഭാഗം ഇന്ത്യൻ റെയിൽവേ തന്നെയാണ് ചെയ്യുന്നത്. 2024 മാർച്ചിലാണ് മോദി അങ്ങോട്ട് പോയത്. എന്നിട്ട് ഈ MOU ധാരണാപത്രം ഒപ്പുവെച്ചു. 2024-29 പഞ്ചവത്സര പദ്ധതിയിൽ ഭൂട്ടാൻ്റെ, ഇന്ത്യയിലിപ്പോൾ പഞ്ചവത്സര പദ്ധതിയൊന്നുമില്ലല്ലോ. പണ്ട് നെഹ്റു സോവിയറ്റ് യൂണിയനിൽ നിന്ന് കോപ്പി അടിച്ചതായിരുന്നില്ലേ ഈ പഞ്ചവത്സര പദ്ധതി. സ്വകാര്യ മേഖലയൊന്നും വേണ്ട, നമുക്ക് പൊതുമേഖല മതി എന്ന് പറഞ്ഞിട്ട് പൊളിഞ്ഞു പാളീസായിപ്പോയി. 2024-29 അവിടുത്തെ പഞ്ചവത്സര പദ്ധതി തീരുമ്പോൾ ഇതും തീർന്നിരിക്കും. അതിന് നമ്മൾ 10,000 കോടി രൂപ സഹായം കൊടുക്കുന്നുണ്ട് ഭൂട്ടാനിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി. അവിടുത്തെ ഭാഗം ഉൾപ്പെടുന്നത്. അപ്പോൾ ചിക്കൻ നെക്കിന് അടുത്തുകൂടിയാണ് റെയിൽപാത കടന്നു പോകുന്നത്, സിലിഗുരി കോറിഡോർ. അപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളത് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 2022 നമ്മൾ നേപ്പാളിലേക്ക് റെയിൽപാത പണിയാൻ തുടങ്ങിയിരുന്നതാണ്. ഈ ഭൂട്ടാനിലേക്കുള്ളത് 20 വർഷം മുമ്പ് ആലോചന തുടങ്ങിയിരുന്നു. ഇന്ത്യ
ഇന്ത്യയുടെ അകത്ത് 70,000 കിലോമീറ്ററാണ് റെയിൽപാതയുള്ളത് ഇന്ത്യയുടെ ഉള്ളിൽ. ആ റെയിൽപാതയുമായി ഭൂട്ടാനിലെ ഈ പാതകൾ ബന്ധപ്പെടുത്തുകയാണിപ്പോൾ. ഇന്ത്യയിലെ 70,000 കിലോമീറ്റർ റെയിൽപാതയുമായിട്ട് ഭൂട്ടാനെ ബന്ധപ്പെടുത്തുകയാണ്. അതൊരു വലിയ നീക്കമാണ്. അതെ, നമ്മൾ സിലിഗുരി കോറിഡോറിലൊരു പ്രശ്നം വരുന്നു എന്ന് തോന്നിയാൽ നമുക്ക് സൈന്യത്തെ അങ്ങോട്ടേക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കോയമ്പത്തൂരിൽ നിന്ന് എത്തിക്കാമല്ലോ. അതെ അതെ 70,000 കിലോമീറ്റർ റെയിൽപാതയുമായിട്ട് പെട്ടെന്ന് കണക്ഷൻ വരുന്നു. അപ്പോൾ കോക്രാജാറിൽ നിന്ന് 220 കിലോമീറ്ററാണ് അങ്ങോട്ടുള്ളത് അസമിൽ നിന്ന്. ബണാർഘട്ടിൽ നിന്ന് 70 കിലോമീറ്ററുമാണ്. 2 സ്ഥലത്തു നിന്നാണ് റെയിൽപാത പോകുന്നത്. അപ്പോൾ ഭൂട്ടാൻ ട്രൈ ജംഗ്ഷൻ എന്ന് പറയും. ഈ ഭൂട്ടാൻ, ആസം, പശ്ചിമ ബംഗാൾ ഈ ട്രൈ ജംഗ്ഷൻ ഉണ്ടല്ലോ, മുക്കൂട്ടുമൂല അല്ലേ, ആ മുക്കൂട്ടുമൂലയുടെ അടുത്തുകൂടിയാണ് റെയിൽപാത പോകുന്നത്. ഈ ട്രൈ ജംഗ്ഷൻ്റെ അടുത്തുകൂടി 2017 ഡോക്ലാം സംഘർഷം ഉണ്ടായിരുന്നല്ലോ ചൈനയും ഒക്കെ ആയിട്ട്. ആ ഡോക്ലാം ഇതിൻ്റെ ഡോക്ലാമിൻ്റെ അടുത്തുമാണ്. തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. അപ്പോൾ ഡോക്ലാം പോലൊരു സ്ഥലത്ത് ചൈന പ്രശ്നം ഉണ്ടാക്കിയാലും നമുക്ക് ആർമി അവിടെ എത്തിക്കാനുള്ള പറ്റും. 2005 ഒരു MOU ഭൂട്ടാനുമായി ഒപ്പിട്ടിരുന്നു. നമ്മുടെ റെയിൽവേ സഹമന്ത്രി അന്നത്തെ റാത്വ പോയി ഒപ്പിട്ടിരുന്നതാണ് അന്ന്. ഒന്നും നടന്നില്ല. അപ്പോൾ 22 കിലോമീറ്റർ വീതിയിലാണ് സിലിഗുരി ഇടനാഴി. അപ്പോൾ ചൈനയും ബംഗ്ലാദേശും ഒക്കെ അതിൻ്റെയൊക്കെ അതിർത്തിയിലാണ് ഈ സിലിഗുരി ഇടനാഴി എന്ന് പറഞ്ഞു വരുന്നത്. അടുത്ത കാലത്ത് ഒരു വാർത്ത നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മറ്റേ പാകിസ്ഥാൻ്റെ ISIയുടെ ഏറ്റവും മൂത്ത നേതാക്കൾ ബംഗ്ലാദേശിൽ വന്നിട്ട് ഈ രംഗ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഹെലികോപ്റ്ററിൽ പോയി. രംഗ്പൂർ എന്ന് പറഞ്ഞ പ്രവിശ്യ ബംഗ്ലാദേശിൻ്റെ, അവിടെ നിന്ന് നോക്കിയാൽ സിലിഗുരി ഇടനാഴി കാണാം. അപ്പോൾ സിലിഗുരി ഇടനാഴിയുടെ അടുത്ത് ബംഗ്ലാദേശിൻ്റെ ഒരു വ്യോമത്താവളം ഈ ചൈനയൊക്കെ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും വാർത്തയൊക്കെ വന്നിരുന്നു. ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യോമത്താവളം പണ്ട് ബ്രിട്ടീഷുകാർ പണിതത് ഈ രംഗ്പൂരിൽ. അതപ്പോൾ സിലിഗുരി കോറിഡോറിൻ്റെ ഏറ്റവും അടുത്ത് വരുമായിരുന്നു. അപ്പം ഇങ്ങനത്തെ വാർത്തകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഭൂട്ടാനിലേക്കുള്ള 2 റെയിൽപാതകൾ ശരിക്കും തന്ത്രപ്രധാനമാണ്. നമ്മൾ വേണ്ടത് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എല്ലായ്പ്പോഴും ഈ ബംഗ്ലാദേശ് അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ ഈ ചിക്കൻ നെക്കിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത്. ഇപ്പോൾ അവിടേക്ക് നമുക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ റെയിൽപാതയുമായിട്ട് നമ്മൾ ഈ മുന്നോട്ട് പോകുമ്പോൾ ഈ ചൈനയ്ക്കും ബംഗ്ലാദേശിനും ഒക്കെ അസ്വസ്ഥതയുണ്ടാവില്ലേ? സ്വാഭാവികം വലിയ അസ്വസ്ഥത ഉണ്ടാവും. കാരണം അവർ ഒരുപാട് ഓപ്പറേഷൻസ് പണ്ട് ഈ നമ്മുടെ 62 യുദ്ധകാലം ഉണ്ടല്ലോ ചൈനയായിട്ടൊക്കെ, അതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഒക്കെ നടക്കുന്ന ഘട്ടമൊക്കെ ഉണ്ടല്ലോ. ആ സമയത്തൊക്കെ ഇതിൻ്റെ അടുത്ത് ഭൂട്ടാൻ്റെ ഈ ട്രൈ ജംഗ്ഷൻ എന്ന് പറയില്ലേ, ഇതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ചൈന പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും അവിടെ ഒരു പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സേന അങ്ങോട്ട് ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ശരിക്കുള്ള യുദ്ധമേഖലയിൽ നിന്ന്, പാകിസ്ഥാൻ്റെ ഒക്കെ യുദ്ധമേഖലയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചൈന ഈ ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും ശല്യമായിട്ടും വരാറുണ്ട് ഈ ഭൂട്ടാൻ്റെ ഭാഗത്ത്, ബോർഡർ അല്ലേ. അതുപോലെ അവിടെ മുകളിലും ഒക്കെ അവർ പല പണിയും ഭൂട്ടാൻ്റെ നടത്തിക്കൊണ്ട്, മുകളിലെ ചൈനയുടെ ഭാഗത്ത് ചൈന പല പണിയും ഗ്രാമങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് പല പണിയും നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെ അതെ, റോഡ് നിർമ്മാണം, ഗ്രാമ നിർമ്മാണം ഒക്കെ, ഗ്രാമങ്ങൾ, വില്ലേജുകൾ 72 ഗ്രാമങ്ങൾ നിർമ്മിക്കുന്നു എന്നൊക്കെ നമ്മൾ ഭൂട്ടാന്റെ ഭാഗത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. അതെ, അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു നീക്കം ആണ്. 4 കൊല്ലം കൊണ്ട്, അതായത് അവിടുത്തെ പഞ്ചവത്സര പദ്ധതി ഭൂട്ടാനിലെ 29 തീരുമ്പോൾ ഈ 2 റെയിൽപാതയും യാഥാർത്ഥ്യമായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.